നമ്മുടെ സമൂഹത്തെ കാർന്നതിൽ നിന്ന്, ലഹരിയിൽ നിന്ന് പുതുതലമുറയെയും കേരളത്തെയും രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ദൗത്യമാണ് ഈ പ്രൗഡ് കേരളയുടെ നേതൃത്വത്തിലുള്ള ആന്റി ഡ്രഗ് വാക്കത്തോൺ. ചരിത്രം ഉറങ്ങുന്ന ഈ കൊല്ലത്തിന്റെ നഗരിയിൽ നൂറുകണക്കിന് ചെറുപ്പക്കാരും മറ്റ് സഹപ്രവർത്തകരും ഒരുമിച്ച് അണിനിരന്നുകൊണ്ട് ലഹരിക്കെതിരെയുള്ള ഒരു യുദ്ധം നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മുടെ നാടിനെ ഇന്ന് ഗ്രസിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ലഹരിയുടെ, പ്രത്യേകിച്ച് മയക്കുമരുന്നിന്റെ ഉപയോഗമാണ്. ആകാശത്തിലൂടെയും കരമാർഗത്തിലൂടെയും കരയിലൂടെയും കേരളത്തിൽ വ്യാപകമാകുന്ന മയക്കുമരുന്നിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് പോരാടണം. ഇതിനകത്ത് രാഷ്ട്രീയമോ മതമോ ജാതിയോ മറ്റൊന്നുമില്ല. കേരളത്തെ രക്ഷിക്കാൻ ഉള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായി നിങ്ങൾ എല്ലാവരും ഇത് എടുക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നമ്മുടെ വാക്കത്തോടെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിലെ നിരവധി ആളുകൾ ഈ സംരംഭത്തെ അഭിനന്ദിക്കുന്നുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് കൊല്ലത്ത് രാവിലെ 5 മണി മുതൽ നമ്മുടെ സഹപ്രവർത്തകന്മാർ ഈ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട്, ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ വാക്കത്തോണിൽ പങ്കെടുക്കുകയുണ്ടായി. ഈ വാക്കത്തോൺ ഇപ്പോൾ കോഴിക്കോട്, തിരുവനന്തപുരം, ഇപ്പോൾ കൊല്ലം, അങ്ങനെ എല്ലാ ജില്ലകളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിലും പാലക്കാടും വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്തത്. മറ്റ് ജില്ലകളിൽ കൂടി ഇത് വ്യാപിക്കും. അടുത്ത ദിവസം തന്നെ കാസർഗോഡ്, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി സഹകരിച്ച എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ലഹരിക്കെതിരെയുള്ള ഒരു കുരിശ് യുദ്ധവുമായി നമുക്ക് മുന്നോട്ട് പോകാം. കേരളത്തിലെ അമ്മമാരുടെ കണ്ണുനീരൊപ്പാൻ, മാതാപിതാക്കളുടെ കണ്ണുനീരൊപ്പാൻ, അക്രമത്തിനും അത് അരാജകത്വത്തിലേക്കും വഴിതെളിക്കുന്ന ഈ വലിയ ഒരു വിപത്തിനെ ഒഴിവാക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. പ്രിയപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല നയിക്കുന്ന മയക്കുമരുന്ന് ലഹരിക്കെതിരെയുള്ള ഈ ഒരു ജാഥയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ്. നാടിനെ മുന്നോട്ട് നയിക്കാൻ ഭരണപക്ഷത്തിരിക്കേണ്ട കാര്യമില്ല, പ്രതിപക്ഷത്തിരുന്നാലും കഴിയുമെന്ന് തെളിയിച്ച നിരവധി നേതാക്കന്മാരും ഈ രാവിലെ 6 മണിക്ക് തങ്ങൾക്ക് അർഹമായ വേദി ലഭിക്കില്ല എന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൊതുപ്രവർത്തനം ഒരു ലഹരിയായിട്ട് കൊണ്ട് നടക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് 1000 ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. ഈ ഒരു കാര്യം എല്ലാ ദിവസവും ഇന്ന് രാവിലെ ചൊല്ലിയ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഈ നാടിനെയും വരും തലമുറയും രക്ഷിച്ചെടുക്കാൻ നമുക്ക് എല്ലാവർക്കും ചേർന്ന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയ്ക്ക് ഇതിലധികം കാര്യങ്ങൾ ചെയ്യാൻ ആരോഗ്യവും ആയുസ്സും നൽകി ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.